തിരുവനന്തപുരം നഗരത്തിൽ നടക്കി വഞ്ചിയിൽ എയർഗൺ ഉപയോഗിച്ച് സ്ത്രീക്ക് നേരെ വെടിവെപ്പുണ്ടായി. കൊറിയർ ഡെലിവർ ചെയ്യാനാണ് എന്ന വ്യാജേന മുഖംമൂടി ധരിച്ച് വീട്ടിലെത്തിയ യുവതി വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരം. വെടിയേറ്റ് കൈപ്പത്തിക്ക് പരിക്കേറ്റ വള്ളക്കടവ് സ്വദേശി സിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെടിയുതിർത്ത ശേഷം അക്രമി ഓടി രക്ഷപ്പെട്ടു എന്നതാണ് പ്രദേശവാസി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. രാവിലെ ഇങ്ങനെ ബേളം കേട്ടുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സംഗതി ഇവർ കയ്യിലും ദേഹത്തും ഈ പുള്ളിക്കാരിയുടെ ഫാദർ ഇൻ ലോ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ദേഹത്തൊക്കെ രക്തം. അങ്ങനെ നോക്കിയപ്പോഴാണ് സംഭവം എന്ന് വെച്ചാൽ ഒരു ലേഡി വന്ന് ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പേര് പറഞ്ഞു തന്നെ ഷിനീന് പറഞ്ഞ പേര് പറഞ്ഞ് തന്നെ കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുത്തു. സാറിന് നമ്മൾ കൊറിയർ സൈൻ ചെയ്ത് കൊടുക്കുമല്ലോ, അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തു. സൈൻ ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഇവർ പാഴ്സലൊന്നും കൊടുത്തില്ല. ഇവരോടൻ തന്നെ ഈ മുഖം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ജീൻസ് ആയിരുന്നു വേഷം, എന്തോ ഒരു കോട്ടണൊക്കെ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തോക്കെടുത്ത് ഇങ്ങനെ നേരെ ചൂണ്ടി. അപ്പോൾ ഇവർ പേടിച്ചു. ഇവർ ആദ്യം വിചാരിച്ചു വല്ല കളിത്തോക്കോ വല്ലതും കളിക്കൊക്കെ വല്ലതും കാണിക്കണമെന്നാണ് വിചാരിച്ചു. അപ്പോൾ 2 പ്രാവശ്യം ടപ്പ് ടപ്പ് സൗണ്ട് കേട്ടു, പക്ഷേ വെടിയൊന്നും വന്നില്ലെന്ന്. മൂന്നാമത്തെ അപ്പുറത്തേക്ക് ഇവർ കൈ കൊണ്ട് ഇങ്ങനെ മറച്ചപ്പോഴത്തേക്ക് കയ്യിൽ വെടിയുണ്ട്. കൈപ്പത്തിക്ക് ഇവിടെ ആയിട്ട് കൈപ്പത്തിക്കായിട്ട് ഇപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ അതിൽ പെല്ലറ്റകത്തുണ്ട്. ഇവരിറങ്ങി ഓടുകയും ചെയ്തു. അപ്പോൾ ഇവർ എന്തോ ആണെന്നുള്ള കൺഫ്യൂഷനിൽ രാവിലെ 7:30 മണിക്കാണ് സംഭവം. അവർ പോയി. പിന്നെ നമ്മളപ്പോൾ തന്നെ വഞ്ചി സ്റ്റേഷനിൽ അറിയിക്കുക. അപ്പോൾ തന്നെ അവർ വന്നു. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് AK സ്റ്റെഫിനും ആശുപത്രിയിൽ നിന്ന് രാഹുൽ ജി നാഥുമാണ് വിവരങ്ങളുമായി തുടരുന്നത്. സ്റ്റെഫിൻ, ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വന്നുവെന്ന് വേണം ഈ പ്രതികരണത്തിൽ ഉൾപ്പെടെ മനസ്സിലാക്കാൻ. അതിരാവിലെ 7 കൊറിയർ ഡെലിവർ ചെയ്യാൻ എന്ന പേരിലെത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ന് ഈ ദിവസം അവധിനത്തിൽ അങ്ങനെ എത്തുമ്പോൾ അതിനെ ആ നിലയിൽ വിശ്വസിക്കാനേ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ അക്രമി കരുതിക്കൂട്ടി എത്തിയതാണ്, വെടിയുതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എത്തിയതാണ് എന്ന് വേണം അനുമാനിക്കാൻ. പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഔദ്യോഗികമായി കൂടുതലായി വിശദീകരിക്കുന്നുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? സ്റ്റെഫിൻ, രാഹുൽ ജി നാഥുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ. സ്റ്റെഫിനിലേക്ക് വളരെ വേഗത്തിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ, ആശുപത്രിയിൽ നൽകാൻ കഴിയുന്ന വിവരം എന്താണ്? യതീഷ്, അപകടമുണ്ടായതിനു ശേഷം അയൽവാസികൾ ഉൾപ്പെടെയുള്ളവർ ഒരു വണ്ടിയിൽ അവരെ കിംസ് ആശുപത്രി, സിനിയെ കിംസ് ആശുപത്രിയിലാണ് എത്തിച്ച ഉടൻ തന്നെ കാഷ്വാലിറ്റിയിലുള്ള ആളുകൾ പരിചരണം നടത്തി. ശേഷം എക്സ്റേ എടുത്തപ്പോഴാണ് കൈപ്പത്തിയുടെ ഏറ്റവും ചെറിയ വിരലിൻ്റെ ഭാഗത്താണ് അവർക്ക് പെല്ലറ്റിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പരിക്ക് സാരമുള്ള പരിക്കല്ല എന്ന് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച ആൾ നമ്മോട് പറഞ്ഞു. സാരമുള്ള പരിക്കല്ല ഉണ്ടായിരിക്കുന്നത്, എങ്കിലും ഈ സംഭവമാണ് ഞെട്ടിക്കുന്നതെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കാരണം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പേര് പറയുന്നുണ്ട്, കൊറിയറിനെത്തി പേര് പറയുന്നുണ്ട്. അങ്ങനെ പേന എടുക്കാൻ തിരിയുമ്പോഴാണ് തോക്കു ചൂണ്ടുന്നത്. തോക്കു ചൂണ്ടി കുറച്ച് സമയം നിന്നു. അത് കളിത്തോക്കാണോ എന്താണെന്ന് മനസ്സിലാകാതെ സിനി അത് അഭിമുഖീകരിച്ചു. 2 തവണ ട്രിഗർ അമർത്തി. അപ്പോൾ പ്രശ്നങ്ങളുണ്ടായില്ല. 3ാം തവണ ട്രിഗർ അമർത്തിയപ്പോഴാണ് കൈപ്പത്തി തോക്കിന് നേരെ പിടിച്ചതും പെല്ലറ്റ് കൈപ്പത്തിയിലേക്ക് തറയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും NHMലെ PRO ആണ്. വരുന്ന വഴിക്ക് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇവർ അത്തരത്തിൽ ആർക്കും വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല, അത്തരത്തിൽ ആരും സംശയമില്ലെന്ന് സിനി തന്നെ ഇവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവർ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിനിയുടെ ഭർത്താവ് മാലിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഇവിടെ എത്തും എന്നാണ് അയൽവാസി പറഞ്ഞത്. എന്തായാലും പരിക്ക് സാരമുള്ള പരിക്കല്ല, എങ്കിലും ഈ സംഭവം എങ്ങനെയുണ്ടായി, ആര് വെടിയുതിർത്തു, എന്താണ് കാരണം എന്നുള്ളത് ആ പ്രദേശത്തുള്ളവർ സിനിയെ പോലെ തന്നെ പ്രദേശത്തുള്ളവർക്കും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. രതീഷ്.